ചാലക്കുടി ക്രാഫ്റ്റ് സംഘടിപ്പിക്കുന്ന ജോസഫ് പല്ലിശ്ശേരി കലാഭവൻ മണി അഖില കേരള നാടകമേള സെപ്റ്റംബർ 29 മുതൽ ഒക്ടോബർ 5 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. എല്ലാ ദിവസവും വൈകിട്ട് 6:30 മുതൽ ശ്രീനാരായണ ഹാളിലാണ് നാടകമേള. ചാലക്കുടിയിലെ പ്രമുഖർക്ക് നാടകമേളയിൽ ആദരവുകൾ സമർപ്പിക്കും. എല്ലാ ദിവസവും 6:30 മുതൽ പ്രസിദ്ധരായ ആർട്ടിസ്റ്റുകളുടെ നേതൃത്വത്തിൽ ചാക്യാർ കൂത്ത്, ഗാനമേള, മിമിക്രി എന്നിവ നടക്കും. കൂടാതെ ഒക്ടോബർ 4-ന് സുനിൽ ദാസിന്റെ ഏകപാത്ര നാടകം പെരുമാളും അരങ്ങേറും. നാളെ വൈകിട്ട് 6 മണിക്ക് നഗരസഭ ചെയർമാൻ ഷിബു വാലപ്പൻ നാടകോത്സവം ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനം ഒക്ടോബർ 5-ന് വൈകിട്ട് 6 മണിക്ക് സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ ക്രാഫ്റ്റ് പ്രസിഡന്റ് പോൾ പാറയിൽ, സെക്രട്ടറി PD ദിനേശ്, വൈസ് പ്രസിഡന്റ് ലൂവീസ മേലപ്പുറം, ട്രഷറർ UK വാസു, MK മിൻഹാജ് എന്നിവർ പങ്കെടുത്തു. ആദ്യമായിട്ട് ക്രാഫ്റ്റിന്റെ നമസ്കാരം. ഏറ്റവും സന്തോഷമുള്ള 2025 ഈ മാസം 29 മുതൽ അടുത്ത മാസം 5 വരെ ഒരു വാരക്കാലം നാടകമേള ആരംഭിക്കുകയാണ്. ആ നാടകമേള ഏകദേശം 6 വർഷമായിട്ട് ക്രാഫ്റ്റ് കൊണ്ടുനടക്കുക. പലവിധത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി നാടകം നടത്തുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ നാട്ടിലെ സാംസ്കാരികവും കലാപരമായിട്ടും മറ്റ് സാമൂഹിക പ്രവർത്തകരുടെയൊക്കെ ആത്മാർത്ഥമായ സഹകരണം കൊണ്ട് വളരെ ഭംഗിയായിട്ട് കൊണ്ടുനടക്കാൻ സാധിക്കുന്നുണ്ട്. ഈ തവണയും മികച്ച നാടകങ്ങൾ നമ്മുടെ നാടക സാഹിത്യ അക്കാദമിയുടെ ഏറ്റവും മികച്ച നാടകങ്ങളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടുള്ള നാടകങ്ങളാണ് ഈ തവണ നമ്മൾ അവതരിപ്പിക്കുന്നത്. ക്രാഫ്റ്റിന് സാഹിത്യ അക്കാദമിയുടെ രജിസ്ട്രേഷൻ ഉള്ളതിൻ്റെ പേരിൽ തന്നെ വളരെ സൗകര്യപ്രദമായ രീതിയിലുള്ള സൗകര്യങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും ചെയ്തു തരുന്നുണ്ട്. ഇപ്പോൾ ചാലക്കുടിയിലെ കലാമേള എന്ന് തന്നെ പറയാവുന്ന രീതിയിലേക്ക് നമ്മൾ ഈ നാടകമേളയെ എത്തിച്ചിരിക്കുകയാണ്. ഏറ്റവും മികച്ച രീതിയിലുള്ള സംവിധാനം നമ്മുടെ SM ഹാളിൽ ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏകദേശം 700 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള സംവിധാനം നമ്മൾ ഒരുക്കി കഴിഞ്ഞു. നമ്മുടെ പ്രത്യേകിച്ച് ഈ തവണ നാടകമേള നടത്തുമ്പോൾ നമ്മുടെ ചാലക്കുടിയിലെ എല്ലാ സ്കൂളുകളും കോളേജുകൾക്കും അവരുടെ ലീഡർമാർക്ക് നമ്മൾ ടിക്കറ്റ് പ്രവേശന പാസ് കൊടുത്തുകൊണ്ട് അവരും നമ്മുടെ നാടകമേളയുടെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പ്രശസ്തരായിട്ടുള്ള എല്ലാ വ്യക്തിത്വങ്ങളെയും ആദരിക്കുകയാണ്. ഏറെ സന്തോഷമുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ജോസ് പല്ലിശ്ശേരിയുടെ പേരിലാണ് നാടകമേള നടത്തിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിനാണ് അതിൻ്റെ അർഹത. എങ്കിൽ ഈ തവണ റെസിഡൻസ് അസോസിയേഷൻ്റെ മീറ്റിംഗിൽ ചെല്ലുമ്പോൾ നമ്മളോട് പറയുന്നു കലാഭവൻ മണിയും കൂടി ഉൾപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തവണ കലാഭവൻ മണിയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല നാടകമേള സംവിധാനം നമ്മൾ ക്രാഫ്റ്റ് ഏറ്റെടുത്തിരിക്കുകയാണ്. എല്ലാ വർഷവും ഭംഗിയായിട്ട് നടത്തുന്നുണ്ട്. എങ്കിലും അതിലും മികച്ച രീതിയിൽ ഈ തവണ നടത്താൻ സാധിക്കുന്നു. ഈ തവണത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാടകമേളയിൽ ഏറ്റവും നല്ല നടന്മാരെയും നടിമാരെയും തിരഞ്ഞെടുക്കുന്ന ഒരു സംവിധാനം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഇപ്പം നമുക്കറിയാം, നമ്മുടെ നഗരസഭ അധ്യക്ഷൻ ഷിബു വാലപ്പൻ 29-ാം തീയതി 6:30 ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുകയാണ്. അതിനുശേഷം ഏറ്റവും അവസാനം നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള MLA 5-ാം തീയതി ഇതിൻ്റെ അവസാന ദിവസം ഇതിൽ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ സമൂഹത്തിലെ ഉന്നതരായിട്ടുള്ള ആൾക്കാരെ ആദരിച്ചു പോകുന്ന ഒരു സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാ വിധത്തിലുള്ള നാട്ടിലെ എല്ലാ കലാപ്രേമികളും നമ്മളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയാണ്. ക്രാഫ്റ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാവരും സ്നേഹിച്ച് കൊണ്ടുനടക്കുക, അവരെ സഹകരിച്ച് കൊണ്ടുനടക്കുക, അവരെ വളരെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുക. ഇതാണ് ക്രാഫ്റ്റിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. ആ ഉദ്ദേശ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് 2025 നമ്മൾ ഈ നാടകമേള നടത്തുന്നത്. നമുക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹോളിൻ്റെ പ്രശ്നമാണ്. നമ്മൾ ഈ തവണയും ചാലക്കുടിയിലെ ടൗൺ ഹാളിൽ ഈ മേള നടത്തണമെന്നാണ് ക്രാഫ്റ്റിൻ്റെ ആഗ്രഹമായിരുന്നു. പക്ഷെ സാങ്കേതികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണത്താൽ തീർച്ചയായിട്ടും ചാലക്കുടി നഗരസഭ ആലോചിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കേരളത്തിൽ എല്ലാ സ്ഥലത്തും ടൗൺ ഹാളുകൾ ഈ രീതിയിലുള്ള സാംസ്കാരിക സംഘടനകൾക്ക് വിട്ടുകൊടുക്കുന്നുണ്ട്. ചാലക്കുടിയിൽ മാത്രമാണ് നമുക്ക് ഈ ഹാള് വിട്ടുകിട്ടാതെ ഇരിക്കുന്നത്.
അത് ചാലക്കുടി നഗരസഭ പുനഃപരിശോധിക്കേണ്ട സമയം അത്യാവശ്യമായിരിക്കുകയാണ്. അത് ക്രാഫ്റ്റ് പലവട്ടം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ആവശ്യപ്പെടുമ്പോൾ സാങ്കേതികമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്കിപ്പോൾ ഈ തവണ SN ഹാളിൽ കൊണ്ടുവന്ന് വെക്കേണ്ട സാഹചര്യമുണ്ട്. പാസില് ചില സാങ്കേതികപരമായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഈ തവണ അതിൻ്റെ ചുമരിന് ചെറിയൊരു തകരാറുണ്ട്. അപ്പോൾ അത് തീർക്കണ വരെ അവിടെ നടത്താൻ പറ്റാത്തൊരു അവസ്ഥ വന്നു. ഈ എക്കോ എന്ന് പറയുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ നമുക്ക് സൗകര്യപ്രദമായത് തീർച്ചയായിട്ടും ചാലക്കുടി ടൗൺ ഹാളാണ്. അപ്പോൾ ആ ടൗൺ ഹാൾ ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പത്രപ്രവർത്തകരായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും വളരെ നല്ല രീതിയിലുള്ള വാർത്തകൾ കൊടുത്തുകൊണ്ട് ഒരു സാംസ്കാരിക ഈ നാടിൻ്റെ സ്വപ്നമായിട്ടുള്ള ക്രാഫ്റ്റ്, നമുക്കറിയാം നിങ്ങൾ ഓരോരുത്തരും ഈ ക്രാഫ്റ്റിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പം നമുക്കൊക്കെ ഒരു നല്ല അവസരങ്ങളും നല്ല കല ആസ്വദിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നല്ല സ്ഥലങ്ങളിൽ വെച്ച് തന്നെ കാര്യങ്ങൾ നടത്തണം. തീർച്ചയായിട്ടും ഈ പദ്ധതി ഏറ്റവും വിജയപ്രദമായിട്ട് ഞങ്ങൾ ക്രാഫ്റ്റിൻ്റെ ഭാരവാഹികൾ കൊണ്ടുനടക്കണം. ക്രാഫ്റ്റിൻ്റെ ഭാരവാഹികളായ PD ദിനേശൻ, വൈസ് പ്രസിഡന്റ് ലൂയിസ് മാഷ്, മിൻകാജ്, അതേമാതിരി തന്നെ ട്രഷറർ UK വാസു, പോൾസൺ മാഷ്, അങ്ങനെ ചാലക്കുടി നഗരസഭയിലെ 36 വാർഡിലും 42 റെസിഡൻസ് അസോസിയേഷനെ പ്രവർത്തിക്കുക. അപ്പോൾ ഈ നാടകമേളയ്ക്ക് സാധാരണ പാസ് പറയുന്നവർ എന്താണെന്ന് വെച്ചാൽ ആൾക്കാരെ കാണാൻ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത്. പക്ഷെ ക്രാഫ്റ്റ് നടത്തുമ്പോൾ ഹോള് നിറഞ്ഞാണ് ഇരിക്കുന്നത്. ആ സന്തോഷം കൂടി ഞാൻ പങ്കുവയ്ക്കുകയാണ്. അതിന് പല നല്ല രീതിയിലുള്ള സപ്പോർട്ട് നമുക്ക് കിട്ടുന്നതിൻ്റെ പേരിലാണ് നമുക്കത് സാധിക്കുന്നത്. അപ്പോൾ ആ സാധിക്കുന്നതിനോടൊപ്പം നമ്മൾ കൂടുതൽ കലാപ്രേമികളെ കൊണ്ടുവരാനും അടുത്ത വർഷം പലരും ഞങ്ങൾ മീറ്റിങ്ങുകളിൽ പോയപ്പോൾ പറഞ്ഞു ഒരു ഗാനമേളയും കൂടി ഇതിൽ ആഡ് ചെയ്യണം എന്നൊക്കെ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. അപ്പോൾ സാമ്പത്തികം തന്നെയാണ് പ്രയാസം, എങ്കിലും അതിനും നമ്മൾ സപ്പോർട്ട് ചെയ്യാവുന്ന രീതിയിലേക്ക് കൊണ്ടുപോകും. പ്രത്യേകിച്ച് ഈ പത്രപ്രവർത്തന രംഗത്തുള്ളവരുടെ എല്ലാവിധ സഹകരണവും സഹായവും ഞങ്ങൾക്ക് തരണം. ഇതിനെ എല്ലാ ദിവസത്തെ നാടകവും ഒരു വരി അതിലെഴുതണം പത്രത്തിൽ. ഇന്നത്തെ നാടകം ഇതാണ് എന്നുള്ള രീതിയിലേക്ക് എഴുതാൻ പത്രപ്രവർത്തകർ എന്ന നിലയ്ക്ക്, നമ്മുടെ സഹോദരന്മാരെന്ന നിലയ്ക്ക് ഞാൻ അപേക്ഷിക്കുകയാണ്. എന്നാലാണ് നമ്മുടെ കാണികൾക്ക് ഇതൊക്കെ നമ്മുടെ കുട്ടികൾ, നമുക്കറിയുന്ന വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികളൊക്കെ നമുക്കറിയാം പല മേഖലയിൽ കൂടെ സഞ്ചരിക്കുകയാണ്. അവർക്ക് ഒരു അത്താണി എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന സംവിധാനങ്ങളാണ്. നമുക്കൊരു കാലത്ത് ചാലക്കുടിയിൽ ഫുട്ബോളായാലും അതേമാതിരി നാടകമേള ആയാലും മറ്റ് സമസ്ത മേഖലകളിലൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മളൊക്കെ പഠിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ പ്രാക്ടിക്കലായിട്ട് അവർക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് അവർ തിയറി മാത്രം ഇങ്ങനെ കൊണ്ടുനടക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പം അതിനൊക്കെ ഒരു മാറ്റം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നാടകമേള, കായികമേള, കലാരംഗം ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നേരത്തെ ദിനേശ് ഇവിടെ സൂചിപ്പിച്ച മാതിരി തന്നെ വഴിമഴി സൂചിപ്പിച്ചു തിരുവനാഴ്ചല്യം. ഈ തിരുവനാഴ്ചല്യം പള്ളിയിൽ പോകാൻ വരെ ബുദ്ധിമുട്ടായിരിക്കും, അമ്പലത്തിൽ പോകാൻ വരെ ബുദ്ധിമുട്ടായിരിക്കും. ഇതും ഒരു പത്രദ്വാര എന്ന നിലയ്ക്ക് നമ്മളിതിൻ്റെ ദൗത്യം ഏറ്റെടുത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് ഇതിനൊക്കെ ഒരു ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവണം. നന്മ നിറഞ്ഞ ഒരു ചാലക്കുടിയായിട്ട് മാറണം. നന്മ നിറഞ്ഞൊരു അന്തരീക്ഷം നമുക്ക് സജ്ജമാക്കണം. ഇതിനു വേണ്ടിയിട്ടുള്ള ക്രാഫ്റ്റിൻ്റെ ഉദ്യമത്തിൽ എല്ലാ പത്രപ്രവർത്തകരെയും സ്നേഹം നിറഞ്ഞ എല്ലാവിധ അനുഗ്രഹവും ഞങ്ങൾക്ക് തരണമെന്നും പറയും.